ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ രവി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദിനാശംസകൾ. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഓൺ വോയിസ് കൊടുത്തതായിരുന്നു. അപ്പോഴാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയിൽ ഏതോ ഒരു ഫിലിം ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഞാനത് മാറ്റിയത്. നമ്മളിന്ന് ബിരിയാണി ആട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് പെരുന്നാളായിട്ട്. കഴിഞ്ഞ ഈദിന് നമ്മളിതുപോലെ ഒരു ബിരിയാണി വെച്ചിരുന്നു. അന്ന് നമ്മൾ റൈസും അതുപോലെ തന്നെ മസാലയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. എന്നിട്ട് ദം ചെയ്യാണ് ചെയ്തത്. ഇത്തവണ നമ്മൾ വിചാരിച്ചു മസാല റൈസും കൂടി ഒരുമിച്ച് സെറ്റാക്കാമെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ റെഫറൻസ് ഒക്കെ എടുത്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ ആവും. നമ്മുടെ ബിരിയാണി ഓക്കെ ആയിരുന്നു, എന്നാലും എനിക്ക് കറക്റ്റ് അളവൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വേണം. നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ 5 ഐറ്റം നമുക്ക് മെയിനായിട്ട് വേണം. സോ ഞാൻ സവാളയും തക്കാളിയും ആദ്യം നന്നായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാള നല്ല കുനുകുനായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് സവാള കട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈം എടുക്കും, പിന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ വെള്ളമൊന്നും വന്നില്ല. അങ്ങനെ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 4 പേരാണ്. 4 പേർക്ക് 2 നേരം കഴിക്കാനുള്ള രീതിക്കാണ് നമ്മൾ ബിരിയാണി ആക്കിയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ്, ഞാൻ വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ക്ലീൻ ചെയ്യാൻ എനിക്ക് ഏറ്റവും മടിയുള്ള സംഭവമാണ്. നല്ല ബുദ്ധിമുട്ടാട്ടോ അത് ക്ലീൻ ചെയ്തെടുക്കാൻ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്യാറ്. ചിലർക്ക് സിമ്പിളായിരിക്കും, ഓരോരുത്തർക്കും ഓരോരോ രീതി ആയിരിക്കുമല്ലോ. ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. അങ്ങനെ സവാളയും വെളുത്തുള്ളി ഞാൻ ആദ്യം തോലൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആ തോല് നമ്മൾ കളയാറില്ല കേട്ടോ. വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ മെയിനായിട്ട് ഈ ഉള്ളിയുടെ തോലും നമ്മൾ കളയാറുള്ളത്. ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ അതെല്ലാം കൂടി കൂട്ടി നമ്മൾ പ്ലാന്റ്സിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ്. നോർമലി അങ്ങനെ ചെയ്യാറ്. അല്ലാണ്ട് വരുന്ന വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ അടി കൊണ്ടിടും. അല്ലാണ്ട് ഈ സവാള അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ തോലിയാണെങ്കിൽ നമ്മൾ 1 വീക്ക് കഴിഞ്ഞിട്ട് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടിടാറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി എടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല കുനുകുനാ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് മാറ്റി വയ്ക്കുക. സവാള നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട്. എനിക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. നമുക്കൊരു എമൗണ്ടിൽ എടുത്തു, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ഒരു 3 സവാളയും ഒരു 4 തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിവിടെ ഒരു 5 to 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ എരിവിന് അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ഇത്തിരി കുരുമുളക് പൊടിയാട്ടോ പിന്നെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുളക് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ വെളുത്തുള്ളി ചതയ്ക്കണം. വെളുത്തുള്ളി ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചതുകൊണ്ട് പിന്നെ അതിൻ്റെ പണി നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ആൻഡ് സവോള ഇത്രയും സംഭവങ്ങൾ സെറ്റാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഈ സംഭവങ്ങൾ നമ്മൾ സെപ്പറേറ്റ് കഴുകി മാറ്റി വയ്ക്കണം. ഈ പുതിനയില നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ഇട്ടിട്ടില്ല. സോ നിങ്ങൾ അഥവാ ഉണ്ടാക്കുകയാണെങ്കിൽ പുതിനയില ഇടാൻ നോക്കുക. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി സെറ്റാക്കിയിട്ടുള്ളത്. ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ എക്സ്ട്രാ പോയിട്ട് ആഡ് ചെയ്യാനൊന്നും തോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഈ ബിരിയാണിക്ക് ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. സോ നമുക്കിനി വേണ്ടത് കറിവേപ്പില, മല്ലിയില, പുതിനയില, ഈ 3 ഐറ്റംസ് നമുക്ക് വേണം. നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും കൂടി ഇടുമ്പോൾ അതിന് ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി, അത്രയേ ഉള്ളൂ. ആൻഡ് ചിക്കൻ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ പണിയൊക്കെ അമ്മയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 3-4 വട്ടം ചിക്കൻ കഴുകും, എങ്കിലാണ് ഒന്ന് തൃപ്തിയാവുള്ളൂ. അത് കഴുകി വൃത്തിയാക്കിയിട്ട് എങ്കിലാണത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു സംഭവം. അങ്ങനെ അത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുത്തു. പാത്രം ചൂടാക്കിയിട്ടൊന്നും വെറുതെ പാത്രം എടുത്തിട്ട് നമ്മൾ ഏതിലാണ് നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്നത് ആ പാത്രം എടുത്തു. നമ്മൾ ഈ ഒരു വലിയ വട്ടച്ചെമ്പിലാണ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി, അത് രണ്ടും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൈരാണ് കേട്ടോ വേണ്ടത്. ലെമൺ ജ്യൂസും വേണം. നമ്മുടെ കയ്യിൽ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ അത് സ്കിപ്പ് ചെയ്തു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലെമൺ ജ്യൂസ് ഒരു ഹാഫെങ്കിലും ഒഴിക്കാം. ആൻഡ് നമ്മൾ നെക്സ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ മല്ലിയിലയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പുതിന ഇല്ലാത്തതുകൊണ്ടാണ് മിസ് ചെയ്തത്. അപ്പോൾ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പാട്ടോ, കല്ലുപ്പാട്ടോ നമ്മൾ യൂസ് ചെയ്യാറ്, അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. എരിവിന് ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ കുരുമുളക് പൊടിയും. ഇതിൻ്റെ മെയിനായിട്ട് കിടക്കുന്ന പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മിക്സിംഗ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. നന്നായി മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് ബിരിയാണിയുടെ ടേസ്റ്റ് കിടക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും അഗെയിൻ മിക്സ് ഇതന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ മസാല ഒന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ തീ കത്തിക്കുന്ന പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. 2 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് സംഭവം. ഞാനത് ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, അമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്, അങ്ങനെ എല്ലാവരും അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കളിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അവിടെ എത്തിപ്പാൾ നോക്കുന്നത് വേറെ ഒന്നുമില്ല, അവർ രണ്ടാളും കൂടി അരി ഡിസ്കസ് ചെയ്യാണ്. എത്ര അരി നമുക്ക് ഇടണം അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അത് അവർ അളന്നെടുത്ത് സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് അരി നമ്മൾ കഴുകി മാറ്റി വയ്ക്കാം. കുറേ നേരം മാറ്റി വയ്ക്കണം കേട്ടോ, വെള്ളത്തിലിട്ട് വയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കഴുകി അപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, വെള്ളം ചൂടാക്കണം. ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വന്നിട്ടുള്ളത്. അരി നമ്മളൊരു ഹാഫ് കുക്കാക്കി വെക്കണം. അതിൻ്റെ ഇടയിലാട്ടോ അച്ചമ്മ കയറി വന്നത്. അച്ചമ്മ ചക്കയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ വീഡിയോ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പിടിച്ചവിടെ നിർത്തിയിട്ട് വീഡിയോന് മുന്നിലാണ് നിർത്തിയുള്ളൂ. അപ്പോൾ അവൻ കണ്ടിട്ടില്ല തോന്നുന്നു. എനിക്ക് ചക്കയൊക്കെ തന്നു, ഞാനും ചക്ക കഴിച്ചു, അമ്മയ്ക്കും കൊടുത്തു, അനിയനും കൊടുത്തു. അങ്ങനെ നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ കാണിച്ചിട്ടാം. ഇതാണ് എൻ്റെ മമ്മി. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ട്വിന്നിങ് ആയിരുന്നു. രണ്ടുപേരും ഒരേ ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. രണ്ടും അമ്മ അടിച്ചതാണ്. അമ്മേൻ്റെതിന് ഒരു നെക്കൊക്കെ വരുന്നുണ്ട്, എൻ്റെ സ്ലീവ്ലെസ് ആയിരുന്നു. ആൻഡ് നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പട്ട, പൂവ്, പിന്നെ കറിവേപ്പില, ഇത്തിരി നെയ്യ് ഇതൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള. എന്നിട്ട് അത് അവിടെ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ മസാല റെഡിയാക്കിയതിൽ ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നല്ല രീതിക്ക് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. അതിന് ചെറിയൊരു വേവ്, അതായത് ഹാഫ് കുക്കായാൽ മതി നമ്മുടെ റൈസ്. ആ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ അത് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മസാല നമ്മൾ നേരത്തെ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചല്ലോ, ഓയിൽ. അതിനുശേഷം ഒരു ഗ്ലാസ്സല്ല 3/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഞാൻ വേവ് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മമ്മിയുടെ പ്രധാന ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സൺഡേ ഒരു കല്യാണം ഉണ്ടെന്ന്. അപ്പം മമ്മി അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിലാണ്. അങ്ങനെ റൈസൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ അതെടുത്തിട്ട് നമ്മുടെ മസാല ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് അവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഹാഫ് കുക്കായിട്ടുള്ള നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ലെയറിൽ കംപ്ലീറ്റ് നമ്മുടെ മസാലയാണ്. അത് അതേപോലെ എടുത്തു ഞാൻ സ്റ്റവിലേക്ക് വെച്ചു. ആൻഡ് ഈ ഹാഫ് കുക്കായിട്ടുള്ള നമ്മുടെ റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് കയറ്റി വെച്ചു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതൊരു 1 മണിക്കൂർ ഇങ്ങനെ തന്നെ എന്താ പറയുക, ലോ ഫ്ലെയിമിൽ കിടക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ റൈസൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഹാഫ് കുക്കായിട്ടാണല്ലോ ഞാൻ ഇട്ടുണ്ടായിരുന്നത്. ചിക്കൻ വെന്തുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല കറക്റ്റായിട്ട് വെന്തുണ്ടായിരുന്നു കേട്ടോ. നല്ല പാകത്തിനുള്ള കുക്കായിട്ടുണ്ടായിരുന്നു. നല്ല മസാലയൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിഞ്ഞിട്ട് കുറവുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ റൈസെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പാകത്തിനുള്ള കളറും ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നപ്പം. അങ്ങനെ നമ്മുടെ ബിരിയാണി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. കാണുമ്പോൾ നമുക്ക് ബിരിയാണിക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ കഴിക്കാനും ഭംഗിയുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അതിലവസാനം അമ്മേൻ്റെ പൊടിക്കൈയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതിലെന്തൊക്കെയോ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ പൊടിച്ചൊരു സംഭവമാണ്, അതും കൂടി ആഡ് ചെയ്തു. ആൻഡ് ഫൈനലി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാച്ചുന്നുണ്ട്. ഇവിടെ ബിരിയാണിക്ക് പപ്പടം വേണം കേട്ടോ. ബിരിയാണി ആയിക്കോട്ടെ, നെയ്ച്ചോറായിക്കോട്ടെ, നമ്മൾ പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാറ്. ഇത് നല്ല പപ്പടമായിരുന്നു. അപ്പോൾ നല്ല വൃത്തിക്ക് പൊള്ളച്ച് വരുന്നുണ്ട്. സാധാരണ ഇടയ്ക്ക് ഒരു മോശം പപ്പടം കിട്ടാറുണ്ട് അങ്ങനെ പൊള്ളയ്ക്കാത്ത. അപ്പോൾ പപ്പടമൊക്കെ നമ്മൾ സെറ്റാക്കി. പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി. ഈ അതായത് ബിരിയാണീൻ്റെ കൂടെ കൂട്ടുന്ന തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകത ഉണ്ടാവാറുണ്ട്. നമ്മളതിൽ വിനെഗർ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടാം. പിന്നെ സാലഡ്, നോർമലി നമ്മൾ സവാളയും അതുപോലെ തന്നെ ക്യൂക്കമ്പറും വെച്ചിട്ട് സാലഡ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ബിരിയാണി വിളമ്പി, നമ്മുടെ സാലഡ്, അതുപോലെ തന്നെ ചമ്മന്തി, പപ്പടം, നല്ല മാങ്ങച്ചാർ. എനിക്ക് മാങ്ങച്ചാർ അത്ര വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു ഇത്തിരി എടുത്തുള്ളൂ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. സത്യം പറയാതെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. നന്നാവോ ഇല്ലേ ഒന്നും അറിയില്ല, പക്ഷേ സംഭവം നന്നായിരുന്നു. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിയത് പെരുന്നാളൊക്കെ ആയിട്ട്? നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്, പെരുന്നാളാണെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കാറുണ്ട്. ഫ്ലോപ്പ് ആവാറൊന്നുമില്ല. ഇത്തവണ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്. അയ്യോ ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇനി വേണമെന്നുള്ളവർക്ക് ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും
ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇടാം കേട്ടോ. നമ്മൾ വേണ്ടാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്താണ്. അപ്പോൾ വേണമെന്നുള്ളവർ അതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.